ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. പതാലിൽ തമ്പി നോവൽ നരവേട്ടയുടെ 4ാമത്തെ അധ്യായത്തിലേക്ക്. പുഷ്പദാസ് നിർദ്ദേശം നൽകിയ ഫ്രാഞ്ചിക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. പുഷ്പദാസിൻ്റെ കരുണ കൊണ്ടാണ് അയാൾ ബിസിനസ് നടത്തുന്നത്. ഫ്രാഞ്ചിയും മജീദും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ടൗണിലെത്തി. ടാക്സി സ്റ്റാൻഡും പരിസരത്തും അന്വേഷിച്ചിട്ടും ശശിയെ കാണാൻ കഴിഞ്ഞില്ല. മറ്റ് ഡ്രൈവർമാരോട് അന്വേഷിച്ചപ്പോൾ അയാൾ ഓട്ടം പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന് പറഞ്ഞ് അവരടുത്തുള്ള ബാങ്കിൻ്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. മാനേജറുടെ കാറിൽ ഡ്രൈവർ ഇരിപ്പുണ്ടായിരുന്നു. ഫ്രാഞ്ചിയെയും മജീദിനെയും കണ്ടുകൊണ്ട് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, പുതിയ ഇൻസ്പെക്ടർ എന്നെ വന്ന് ചോദ്യം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. എപ്പോൾ? ആകാംക്ഷയോടെ മജീദ് ചോദിച്ചു. അന്നാണ് നിങ്ങൾ സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തിയത്. എന്താണ് അയാൾ ചോദിച്ചത്? പുഷ്പദാസ് ഈ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ആകാംക്ഷയോടെ മജീദ് തിരക്കി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വർക്ക്ഷോപ്പിൽ കൂടി പോയി ജോർജിനോട് വിവരം പറയണം. പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവർ മറ്റൊരു ഓട്ടോറിക്ഷ പിടിച്ച് വർക്ക്ഷോപ്പിലെത്തി. ഫ്രാഞ്ചിയെ വർക്ക്ഷോപ്പ് ഉടമയ്ക്ക് പരിചയമുണ്ടായിരുന്നു. ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ജോർജിനെ പുറത്തേക്ക് മാറ്റി നിർത്തി അയാൾ പതുക്കെ പറഞ്ഞു, പുഷ്പദാസിൻ്റെ പേരിൽ ഒരു കേസുണ്ട്. നമ്മുടെ ബാങ്ക് മാനേജറുടെ കാറിൻ്റെ പണിയും കഴിഞ്ഞ് ട്രയലിന് പോയപ്പോൾ പുഷ്പദാസും കാറിലുണ്ടായിരുന്നെന്ന് പോലീസിനോട് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയണം. മണ്ടച്ചാരെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്തുപറ്റി? എസ് ഐ വന്ന് എന്നോട് സൂത്രത്തിൽ വിവരം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. കർത്താവെ ചതിച്ചോ? ഫ്രാഞ്ചി നെഞ്ചത്ത് കൈവച്ചു. മജീദിൻ്റെ അകവാള് വെട്ടിപ്പോയി. സംഗതി ആകെ തകടം മറിഞ്ഞിരിക്കുന്നു. പുഷ്പദാസ് അറിയാതെ അവരുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഒരാൾ കൂടിയായി. വർക്ക്ഷോപ്പ് ഉടമ ജോർജ്. പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവർ പുഷ്പദാസ് കിടക്കുന്ന ആശുപത്രിയിലെത്തി. അവർക്ക് പരിചയമുള്ള 2 പോലീസുകാർ മഫ്റ്റിയിൽ കറങ്ങുന്നത് അവർ കണ്ടു. സംഗതി കൂടുതൽ ഗുരുതരമാവുകയാണ്. പുഷ്പദാസ് കുറ്റവാളിയാണെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നു. 2 പേരും ആശുപത്രി മുറിയിൽ കയറി. അവരുടെ വരവും പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു പുഷ്പദാസ്. എഴുന്നേറ്റ് തലയണയിൽ ചാരിയിരുന്നുകൊണ്ട് അയാൾ ചോദിച്ചു, ടാക്സി ഡ്രൈവറെ കണ്ടിരുന്നോ? ഇല്ല. സംഗതി ആകെ കുഴഞ്ഞു വശാനെ. വർക്ക്ഷോപ്പിൻ്റെ ഓണറെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. രഹസ്യങ്ങൾ ചൊർത്തിയിട്ടുണ്ട്. ബാങ്ക് മാനേജറുടെ കാറ് അവിടെ പണിക്ക് ചെന്നിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. പുഷ്പദാസിൻ്റെ കണ്ണുകൾ മുമ്പോട്ട് തള്ളി. അയാൾ ചുണ്ടുകൾ കടിച്ച് എങ്ങോട്ടോ ദൃഷ്ടികൾ പായിച്ച് ഏതാനും മിനിറ്റുകളിലിരുന്നു. പുറത്ത് മഫ്തിയിൽ പോലീസുകാർ കറങ്ങുന്നുണ്ട്. ആദ്യത്തെ നടുക്കത്തിൽ നിന്നും പുഷ്പദാസ് മോചിതനാവും മുമ്പ് അടുത്ത അമ്പ് കൂടി മജീദ് തൊടുത്തുവിട്ടു. പുഷ്പദാസ് അതിഭയങ്കരമായിട്ടൊന്ന് ഞെട്ടി. അയാളുടെ ചോരക്കണ്ണുകൾ ഒന്നുകൂടി ചുവന്നു. മുമ്പോട്ട് തള്ളി. പോലീസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മജീദേ, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. കോടതിയിൽ വെച്ച് നമുക്ക് നിയമയുദ്ധം നടത്താം. അല്ലെങ്കിൽ ഇവന്മാർ ഇടിച്ചെൻ്റെ എല്ലൊടിക്കും. മുറിവ് മുഴുവൻ കരിഞ്ഞിട്ട് മതി. ഫ്രാഞ്ചി അഭിപ്രായപ്പെട്ടു. അതിനു മുമ്പ് രക്ഷപ്പെടണം. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താലുടൻ പോലീസിനെ അറസ്റ്റ് ചെയ്യും. നിങ്ങളിനി ഇവിടെ വരരുത്. ചിലപ്പോൾ നമ്മൾ മുഴുവൻ അവരുടെ വായിൽ വീണെന്ന് വരും. ഞങ്ങളിനി എന്ത് ചെയ്യണം? ആദ്യം ജോർജിനെ തട്ടണം. അവൻ ജീവിച്ചിരുന്നൂടെ. ശരി, ഞങ്ങൾ പോകുന്നു. 2 പേരും കൂടി മുറിയിൽ നിന്നിറങ്ങി. അവർ ആശുപത്രിയുടെ പുറത്തേക്കിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറി പോകുമ്പോഴും മഫ്തിയിലുള്ള പോലീസുകാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വളരെ തിരക്കിട്ട ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഫ്രാഞ്ചിയെയും മജീദിനെയും പിന്തുടരാൻ അവർ തീരുമാനിച്ചു. ഒരു പോലീസുകാരൻ മറ്റൊരു ഓട്ടോറിക്ഷ പിടിച്ച് സംശയം തോന്നാത്ത രീതിയിൽ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ചേരിക്ക് സമീപമാണ് അവർ സഞ്ചരിച്ച ഓട്ടോ നിന്നത്. ഡ്രൈവർക്ക് കൂലി കൊടുത്തിട്ട് അവർ ചേരിയിലേക്ക് കയറിപ്പോയി. പോലീസുകാരനും ഡ്രൈവറെ കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. സന്ധ്യ വരെ കാത്തിരുന്നിട്ടും അവരെ കാണാതായപ്പോൾ പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. കുറച്ചു നേരം കൂടി കാത്തിരിക്കാൻ എസ് ഐ നിർദ്ദേശിച്ചു. ക്യാൻറ്റീനിൽ പോയി നല്ല ചായ വാങ്ങി കുടിച്ചിട്ട് പോലീസുകാരൻ വീണ്ടും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. തങ്ങളെ തീർച്ചയായും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഫ്രാഞ്ചിക്കും മജീദിനും ഊഹമുണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ മറ്റൊരു വഴിയിൽ കൂടി അവർ ചേരിക്ക് പുറത്തിറങ്ങി. ജോർജിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു അവരുടെ ലക്ഷ്യം. 7 മണി കഴിഞ്ഞപ്പോൾ അവർ വർക്ക്ഷോപ്പിലെത്തി. ജോലിക്കാരെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ക്യാബിനുള്ളിലിരുന്ന് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ജോർജ് കണക്കുകൾ എഴുതുകയായിരുന്നു. ഫ്രാഞ്ചിയെ ക്യാബിന് പുറത്തു നിർത്തിയിട്ട് മജീദ് അകത്തേക്ക് കയറി ചെന്നു. എന്താ? തലയുയർത്തി മജീദിനെ നോക്കിയിട്ട് ജോർജ് ചോദിച്ചു. മജീദ് മറുപടി പറഞ്ഞത് തൻ്റെ കയ്യിലിരുന്ന കടാര കൊണ്ടായിരുന്നു. പെട്ടെന്ന് ജോർജ് എഴുന്നേറ്റ് കടാര പിടിച്ചിരിക്കുന്ന കയ്യിൽ തട്ടി. ഈ സമയം മജീദ് ഇടത്ത് കൈ കൊണ്ട് ജോർജിൻ്റെ മുഖത്ത് ശക്തിയായിട്ട് ഒരു ഇടി കൊടുത്തു. അത് വളരെ സമർത്ഥമായിട്ട് ജോർജ് തട്ടിക്കളഞ്ഞു. മേശ കുലുങ്ങിയപ്പോൾ കത്തി നിന്നിരുന്ന മെഴുകുതിരി താഴെ വീണണഞ്ഞു. ക്യാബിനുള്ളിൽ അന്ധകാരം പടർന്നു. ഉടനെ മജീദ് തലങ്ങും വിലങ്ങും കടാര വീശാൻ തുടങ്ങി. ഇടയ്ക്ക് മേശയും അയാളും തട്ടിമറിച്ചിട്ടു. അയ്യോ,
ജോർജിൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നു. കടാര നനഞ്ഞിട്ടെന്ന് മജീദിന് മനസ്സിലായി. എന്നാൽ അയാളുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടില്ല. കടാര ഇതുവരെ എങ്ങും ഉടക്കിയിട്ടില്ല. ജോർജിന് ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ടായിരിക്കും. മജീദ് പുറത്തു നിൽക്കുന്ന സുഹൃത്തിനെ വിളിച്ചു. ഫ്രാഞ്ചി ക്യാബിനുള്ളിലേക്ക് കയറി വന്നു. അപ്പോഴും ജോർജിനെ ലക്ഷ്യമാക്കി മജീദ് കടാര വീശുകയായിരുന്നു. ഫ്രാഞ്ചി തീപ്പെട്ടിയെടുത്ത് ഉരച്ചു നോക്കി. ക്യാബിൻ്റെ മൂലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജോർജിനെയാണ് അവർ കണ്ടത്. ജോർജിൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റിരുന്നു. കടാര വീശിയപ്പോൾ അയാളുടെ കഴുത്തിനും മുറിവേറ്റിരുന്നു. ധാരാളം രക്തം കഴുത്തിലെ ഞരമ്പുകൾ മുറിഞ്ഞതിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് ഒഴുകി. അവൻ ചത്തോടാ, ഫ്രാഞ്ചി പറഞ്ഞു. സംശയം വേണ്ട. മജീദ് മുന്നോട്ട് ചെന്ന് കടാര കൊണ്ട് കഴുത്തിൽ കുത്തി. ജോർജിൻ്റെ ശരീരം ശക്തിയായിട്ടൊന്ന് പിടഞ്ഞു. പെട്ടെന്ന് കയ്യിലെ വിരലുകളൊന്ന് വലിച്ചു കൊട്ടി. വായും കണ്ണും തുറന്നു. അയാൾ മരിച്ചെന്ന് തീർച്ചയായപ്പോൾ മേശവരിയിൽ കടാര തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉറകിൽ നിക്ഷേപിച്ച് പറഞ്ഞു. ഒരാൾ നിശബ്ദനായി. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. അതിന് നാളെയാട്ടെ. ഫ്രാഞ്ചി വീണ്ടും തീപ്പെട്ടി ഉരച്ച് തങ്ങളുടെ വസ്ത്രങ്ങളിൽ രക്തക്കുറ പുരട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. തൃപ്തിപ്പെട്ടതിന് ശേഷം സാവധാനം പുറത്തേക്കിറങ്ങി. വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നും അല്പം മാറി അവർ നിന്നു. ടൗണിലേക്ക് റിട്ടേൺ പോകുന്ന ഓട്ടോറിക്ഷയോ ടാക്സിയോ ലഭിക്കുമെന്ന് പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് ടൗണിൽ നിന്നും വന്ന ഒരു ടാക്സി അവരുടെ മുമ്പിൽ ചവിട്ടി നിർത്തി. അധ്യായം 8. മജീദിനെയും ഫ്രാഞ്ചിയെയും ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ കണ്ടുകൊണ്ട് ടാക്സി ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടത് സബ് ഇൻസ്പെക്ടർ ഗോപിനാഥ് ആയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ടാക്സിയിൽ നിന്നും ചാടിയിറങ്ങി. മജീദിൻ്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തുള്ളികൾ അദ്ദേഹം പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇവരെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് തനിക്കും അപകടമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മജീദിനെ കാൽ മടക്കി അടിച്ചു. പെട്ടെന്ന് ഫ്രാഞ്ചി ഓടാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കയ്യിൽ പിടിച്ച് കാൽമുട്ടുകൊണ്ട് മർമ്മഭാഗത്ത് തന്നെ ഒരു ഇടി കൊടുത്തു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് ഫ്രാഞ്ചി റോഡിൽ കുനിഞ്ഞിരുന്നു. മജീദ് അടികൊണ്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും പിന്നിൽ നിന്നും അയാളുടെ കാലിൽ തട്ടി റോഡിൽ വീഴ്ത്തിയിട്ട് ഇൻസ്പെക്ടർ 2 ചവിട്ടുകൂടി കൊടുത്തു. അയാളുടെ പക്കലുണ്ടായിരുന്ന കടാര അദ്ദേഹം എടുത്തു. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖോടച്ച് 4 ഇടി കൊടുത്തിട്ട് ടാക്സിയുടെ പിൻസീറ്റിലേക്ക് തള്ളിയിട്ടു. അപ്പോഴും ഫ്രാഞ്ചി അതികഠിനമായ വേദന കാരണം ഞെളിപിരി കൊള്ളുകയായിരുന്നു. താനിപ്പോൾ മരിച്ചു പോകുമെന്ന് പോലും ഫ്രാഞ്ചിക്ക് തോന്നി. സബ് ഇൻസ്പെക്ടർ അയാളെയും പൊക്കെടുത്ത് പിൻസീറ്റിലേക്ക് എറിഞ്ഞിട്ട് കടാര എടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു. എന്തിനാടാ കടാരയായിട്ട് ഇവിടെ വന്നത്? നീ പറയില്ല അല്ലേടാ? അദ്ദേഹം കൈ നിവർത്തി മജീദിൻ്റെ മൂക്കും കണ്ണും അടക്കം ഒരടി കൊടുത്തു. കണ്ണുകളിൽ കൂടി വെള്ളി പൂശിയ ഈച്ചകൾ പറന്നു പ്രവഹിക്കുന്നത് മജീദിന് തോന്നി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാണ് പരിസരബോധം തന്നെ അയാൾക്ക് വേണ്ടിയിട്ടത്. സാറേ, ഇനി എന്നെ അടിക്കരുത്. സത്യം പറയുന്നവരെ അടിക്കും. ഈ സമയം വേദന കടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഫ്രാഞ്ചി പറഞ്ഞു. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ഇറങ്ങിയില്ല. ചീ, നിന്നോട് ഞാൻ ചോദിച്ചടാ. ഫ്രാഞ്ചിയുടെ മുഖത്ത് അദ്ദേഹം ഒരെണ്ണം കൊടുത്തിട്ട് ടൗണിലേക്ക് പോകുകയായിരുന്ന ഒരു കാറ് കൈ കാണിച്ച് നിർത്തി. ഡ്രൈവറോട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം 4-5 പോലീസുകാർ എത്രയും വേഗം ഇവിടെ വരാൻ. 2 പ്രതികളെ കൊണ്ടുപോകാനാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ടാക്സിയിൽ ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 4 പേര് അവിടെ എത്തി. ഉടനെ സബ് ഇൻസ്പെക്ടർ മജീദിനെ കാറിൽ നിന്നും വലിച്ച് റോഡിലിട്ടതിന് ശേഷം ചോദിച്ചു. ഈ കടാരയിൽ രക്തത്തിൻ്റെ ഗന്ധമുണ്ട്. നിങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ ആരുടെയോ രക്തം ഊറ്റി കുടിച്ചിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. സംഭവസ്ഥലം കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്. സാർ, ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. മജീദ് വാചകം പൂർത്തിയാക്കും മുമ്പ് സബ് ഇൻസ്പെക്ടർ വീണ്ടും അയാളെ അടിച്ചിട്ട് പോലീസുകാരോട് അയാളൊന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. പോലീസുകാർ അയാളെ തലങ്ങും വിലങ്ങും അടിച്ചു. വേദന കൊണ്ട് മജീദ് റോഡിൽ കിടന്ന് അട്ടയെ പോലെ ചുരുണ്ടു. തനിക്കും ഇതുപോലുള്ള പ്രഹരമേൽക്കാൻ പോവുകയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഫ്രാഞ്ചി പറഞ്ഞു. സാർ, അയാളെ ഉപദ്രവിക്കരുത്. ഞാൻ സത്യം പറയാം. പറയൂ, അല്ലെങ്കിൽ നിന്നെയും ഞാൻ വെറുതെ വിടില്ല. വർക്ക്ഷോപ്പിൽ വെച്ച് ഒരാളുമായിട്ട് വർക്ക്ഷോപ്പ് ഉടമ ജോർജ് ഏറ്റുമുട്ടി. യാദൃശ്ചികമായിട്ട് അതുവഴി കടന്നു പോകാനിടയായി ഞങ്ങൾ ഇടപെട്ടു. വഴക്ക് തീർക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എതിരാളി ജോർജിനെ കുത്തിവെത്തിയിട്ട് കടന്നു കളഞ്ഞു. ആ കടാരയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഫ്രാഞ്ചിയെയും കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് നടക്കാൻ ഇൻസ്പെക്ടർ 2 പോലീസുകാരോട് പറഞ്ഞു. അദ്ദേഹം വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി മുമ്പിൽ നടന്നു. ഒരു പോലീസുകാരൻ ടോർച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. വർക്ക്ഷോപ്പിനുള്ളിൽ ടോർച്ച് തെളിച്ച് നോക്കിയതിനു ശേഷം ക്യാബിനിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചൂട് രക്തത്തിൻ്റെ ഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിനുള്ളിൽ തുളച്ചു കയറാൻ തുടങ്ങി. ചാരിയിരുന്ന കതകുവാതിൽ തള്ളി തുറന്ന് ടോർച്ച് തെളിച്ച് നോക്കി ഉള്ളിലേക്ക് കയറിയ അദ്ദേഹം സ്തംഭിച്ചു പോയി. വർക്ക്ഷോപ്പ് ഉടമ ജോർജ് അനേകം മുറിവുകളോടെ മരിച്ചു കിടക്കുന്നു. അയാളെ ഇവർ വധിക്കാനുള്ള കാരണവും പെട്ടെന്ന് സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായി. പുഷ്പദാസും ബാങ്ക് മാനേജറുടെ കാറിൽ സഞ്ചരിച്ചു വന്ന് കള്ളപ്രസ്താവനയ്ക്ക് യവനിക വീഴ്ത്തിയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അടുത്തുള്ള ഒരു കടയിൽ നിന്നും ഇലക്ട്രിക് ലൈൻ വലിച്ച് ക്യാബിനുള്ളിലും പുറത്തും 2 ബൾബുകൾ കത്തിച്ചതിന് ശേഷം SI FIR തയ്യാറാക്കി. അപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ടൗണിൽ നിന്നും 6 കിലോമീറ്റർ അകലെ ഉണ്ടായ വാഹനാപകടത്തിൻ്റെ സ്ഥലത്തേക്ക് പോകാനിറങ്ങിയ സബ് ഇൻസ്പെക്ടർക്ക് തക്ക സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയി.
പ്രതികളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ വാഹനാപകടത്തിൻ്റെ വാദിയും പ്രതിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. 2 പോലീസുകാരെയും അവരോടൊപ്പം പറഞ്ഞു വിട്ടതിന് ശേഷം DSP അശോകനുമായിട്ട് വയർലെസ്സിൽ കൂടി അദ്ദേഹം സംസാരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ DSP അശോകൻ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. അദ്ദേഹം മജീദിനെയും ഫ്രാഞ്ചിയെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം അവർ കള്ളം പറഞ്ഞ് തടിതപ്പാമെന്ന് മോഹിച്ചെങ്കിലും ഒടുവിൽ സത്യം തുറന്നു പറയാൻ നിർബന്ധിതരായി തീർന്നു. അവർ സാവധാനം നാക്ക് ചലിപ്പിച്ചു തുടങ്ങി. ഈ സമയം പുഷ്പദാസ് ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടെ അടുക്കുമ്പോഴേക്കും ആശുപത്രിയുടെ പരിസരവും പൂർണ്ണമായും നിശബ്ദതയിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് രാത്രിയിൽ വരുന്ന വാഹനങ്ങളും പ്രസവ വാർഡിൽ നിന്നുള്ള കൊച്ചുകുട്ടികളുടെ കരച്ചിലും നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്നു. പുഷ്പദാസിന്റെ മുറിയുടെ പുറത്ത് മഫ്തിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർ ഒഴിഞ്ഞുകിടക്കുന്ന വരാന്തയിൽ കയറി തൂണും ചാരിയിരുന്നു. പകൽ സമയത്ത് തീ പിടിക്കുന്ന ചൂടിൽ നിന്നും വെന്തുരുകി കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പടിഞ്ഞാറ് നിന്നും കാറ്റുവന്ന് ഇളം കുളിർമ പകർന്നു കൊടുത്തു. പോലീസുകാരെ സുഷുപ്തിയിൽ ലയിച്ചു. പുഷ്പദാസിന് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൂട്ടിലടച്ച വെരുകിനെ പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയതിനാൽ ജനാലകൾക്ക് ബലമുള്ള കമ്പി കൊണ്ടുള്ള അഴികൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ജനാലയുടെ കമ്പി അഴികൾ കൂടി ചവിട്ടിക്കയറി ജനാലയ്ക്ക് മുകളിലുള്ള വെന്റിലേറ്ററിൽ കൂടി പുറത്തേക്ക് കിടക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ പൈപ്പ് ലൈനുകളും ജനാലയ്ക്ക് അടുത്തുകൂടി ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുക. കമ്പിയഴികളിൽ സാവധാനം പിടിച്ച് ചവിട്ടി കയറാൻ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തിയെന്നിരിക്കും. അതിന് ജനൽപ്പാളികൾ തുറന്നിടേണ്ടി വരും. കൂടുതൽ ആലോചിക്കാൻ സമയമില്ലായിരുന്നു. പുഷ്പദാസ് വളരെ പതുക്കെ ജനൽ കമ്പികളിൽ ചവിട്ടി മേൽപോട്ട് കയറി. ഒരു കൈ കൊണ്ട് വെന്റിലേറ്റർ പാളി മേൽപോട്ട് ഉയർത്തിയിട്ട് പടിയിൽ ഫലമായിട്ട് പിടിച്ചുകൊണ്ട് സർക്കസ് കൂടാരത്തെ ട്രിപ്പീസ് കളിക്കാരനെ പോലെ അയാൾ തൻ്റെ ശരീരം ചുരുക്കിയിട്ട് ഉടലും തലയും പുറത്തും കടത്തി ഒരു ഭാഗത്തേക്ക് നോക്കി. വാട്ടർ കണക്ഷൻ്റെ പൈപ്പുകളോ ടെറസിൽ നിന്നും വീഴുന്ന മഴവെള്ളം പുറത്തു കളയാനുള്ള പൈപ്പുകളോ ആ ഭിത്തിയിൽ ഉണ്ടായിരുന്നില്ല. നിരാശയോടെ പുഷ്പദാസ് 4 വശത്തേക്ക് നോക്കി. അപ്പോഴാണ് തലയ്ക്ക് മുകളിൽ കയ്യെത്തിപ്പിടിക്കാവുന്ന ഉയരത്തിൽ 1-ാം നിലയുടെ ഷെഡ് കണ്ടത്. വെന്റിലേറ്ററിലെ പിടിയിൽ നിന്നും ഒരു കൈ വിട്ടിട്ട് അയാൾ ഷെഡിൽ ബലമായി പിടിച്ചിട്ട് വെന്റിലേറ്ററിൽ നിന്നും മറ്റേ കൈയും വിട്ട് മുകളിലേക്കും ഉടലിൻ്റെ ഭാരം കൈമുട്ടിൽ കൊടുത്ത് താഴ്പോട്ട് മേൽപോട്ട് ഉയർന്നു. ഷെഡിൽ കയറിപ്പറ്റി. ഏതാനും മിനിറ്റ് നേരത്തെ അഭ്യാസം കൊണ്ട് അയാൾ കിതച്ചുപോയി. ഉണങ്ങിത്തുടങ്ങിയ മുറിവുകളിലെ മാംസപേശികൾ വലിഞ്ഞതിനാൽ മുറിവുകളിൽ നിന്നും രക്തം പൊടിഞ്ഞു വരാൻ തുടങ്ങി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അയാൾ സാവധാനം എഴുന്നേറ്റ് ഷെഡിൽ കൂടി ബിൽഡിങ്ങിൻ്റെ പിന്നിലേക്ക് നടന്നു. കുളിമുറിയിലെ വശത്തെത്തിയപ്പോൾ 4-5 പൈപ്പുകൾ മുകളിലേക്ക് പോയിരിക്കുന്നത് കണ്ടു. പുഷ്പദാസ് വീണ്ടും 4 വശത്തേക്ക് നോക്കിയിട്ട് പൈപ്പ് ലൈനിൽ പിടിച്ച് വളരെ വേഗം താഴേക്കിറങ്ങി. അപ്പോൾ മാത്രമാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. വൃക്ഷങ്ങളുടെ മറപറ്റി മതിലിനടുത്ത് എത്തിയതിനു ശേഷം വീണ്ടും നിന്നു. പിന്നെ ഒറ്റക്കുതിപ്പിന് മതിലിന് വെളിയിൽ ചാടി. പുഷ്പദാസ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജോർജിനെ വകവരുത്തിയതെന്ന് മജീദും ഫ്രാഞ്ചിയും സമ്മതിച്ചപ്പോഴേക്കും സമയം രാത്രി 11:30 കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർ ഗോപിനാഥ് കോൺസ്റ്റബിളിനെ വിളിച്ചു പറഞ്ഞു. പുഷ്പദാസ് കൊലപാതകത്തിന് പ്രേരണ നൽകിയെന്ന് മനസ്സിലായി കഴിഞ്ഞു. തന്നെയല്ല, സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് മുറിക്ക് പുറത്ത് കാവൽ നിൽക്കണം. പകൽ സമയം മറ്റാരെങ്കിലും ഏർപ്പെടുത്താം. മഫ്തിയിൽ 2 പേര് അവിടെ ഉണ്ട് സാറേ. അവർ ആശുപത്രിയിൽ പുറത്ത് നിൽക്കട്ടെ. അയാളെ കാണാൻ പലരും വരുന്നുണ്ട്. അതിൽ സംശയം തോന്നുന്നവരൊക്കെ ഫോളോ ചെയ്യാനും ചെക്ക് ചെയ്യാനും 2 പേരെ നിർത്തിയിരിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിളിൽ തൊപ്പിയും ലാത്തിയും എടുത്തുകൊണ്ട് വന്നു. രാത്രിയിൽ ആശുപത്രിയിൽ പോയി കുത്തിയിരിക്കണമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി. അയാളുടെ മുഖഭാവം വായിച്ചറിഞ്ഞതുപോലെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പോകാൻ പറഞ്ഞത്. ഓടാനും ചാടാനും കഴിവില്ലാത്ത തടിമാടന്മാരെ പുഷ്പദാസിന് കാവൽ നിർത്താൻ എനിക്ക് ധൈര്യമില്ല. SI പറഞ്ഞത് ഹെഡ് കോൺസ്റ്റബിൾ വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന് നോക്കി. ഡ്രൈവറോട് ഹെഡ് കോൺസ്റ്റബിളിനെ ആശുപത്രി ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി വിടാൻ പറഞ്ഞിട്ട് അദ്ദേഹം DYSPയുടെ അടുത്തേക്ക് പോയി. ഹെഡ് കോൺസ്റ്റബിൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജീപ്പ് 15 മിനിറ്റ് കൊണ്ട് ആശുപത്രി കോമ്പൗണ്ടിൽ പ്രവേശിച്ചു. വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടുകൊണ്ട് കണ്ണ് തുറന്നു നോക്കിയ മഫ്റ്റി പോലീസുകാർ പെട്ടെന്ന് പിടഞ്ഞെണീറ്റു. തങ്ങളെ ശരിക്കും ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്നറിയാനായി SI എത്തിയതായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. തൂവാലയെടുത്ത് മുഖം നന്നായി തുടച്ച് ഉന്മേഷവാന്മാരായി അവർ ജീപ്പിനടുത്തേക്ക് ചെന്നു. SIയുടെ ഗമയിൽ മുൻസീറ്റിലിരിക്കുന്ന ഹെഡ് കോൺസ്റ്റബിളിനെ കണ്ടപ്പോൾ വെറുതെ എഴുന്നേറ്റ് വരികയായിരുന്നുവെന്ന് അവർക്ക് തോന്നി. എന്താ മാഷേ, ഞങ്ങളെ വായിക്കാൻ ഇറങ്ങിയതാണോ? ഒരു പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ SI പറഞ്ഞു വിട്ടതാണ്. ഗമയിൽ ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഡ്യൂട്ടി നോക്കുകയായിരുന്നു. ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക്. ജീപ്പ് റിവേഴ്സ് എടുത്ത് തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ
അവർക്ക് സംശയം തോന്നി. മറ്റെന്തോ ആവശ്യത്തിനാണ് ഹെഡ് കോൺസ്റ്റബിൾ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എന്താ മാഷേ, ഏത് മുറിയിലാണ് പുഷ്പദാസ് കിടക്കുന്നത്? എന്താണെന്ന് പറഞ്ഞു തുലക്കി. അവന് രാത്രിയിലെ സ്പെഷ്യൽ പറയാൻ നിൽക്കാൻ വന്നതാണ് ഞാൻ. ഇഷ്ടൻ കൊലപാതക കേസിലെ പ്രതിയാണ്. അവർ പുഷ്പദാസ് കിടക്കുന്ന മുറി കാണിച്ചു കൊടുത്തു. ഹെഡ് കോൺസ്റ്റബിൾ വാതിൽ തള്ളി. വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് ജനാലകൾ രണ്ടും ഓടിച്ചെന്ന് തുറക്കാനായി അവർ ശ്രമിച്ചു. ജനാലകളും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും അവർ വാതിൽക്കൽ വന്നു. ഈ ചൂട് സമയത്ത് അവൻ വാതിലും ജനാലയും അടിച്ചിട്ടിരിക്കുന്നു. എന്തിനായിരിക്കും? ഒന്നുകിൽ ഫാനിൽ തെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുറിയിലുണ്ട് രഹസ്യ സംഭാഷണം നടത്തുകയായിരിക്കും. ഹെഡ് കോൺസ്റ്റബിൾ കതകിൽ മുട്ടി വിളിച്ചു. പലതവണ വിളിച്ചിട്ടും മുറിക്കുള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. മഫ്തി വേഷക്കാരോട് വാതിക്കൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ഡോക്ടറുടെ മുറിയിൽ ചെന്ന് വിവരം പറഞ്ഞു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. DSP അശോകൻ അപ്പോഴും സബ് ഇൻസ്പെക്ടർ ഗോപിനാഥിനോട് കേസിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. ഒടുവിൽ വാതിൽ ചവിട്ടി പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. 10 മിനിറ്റ് നേരത്തെ പ്രയത്നം കൊണ്ട് വാതിൽ തുറന്നു. ഒരു വശത്തേക്ക് മാറി നിന്നുകൊണ്ട് സബ് ഇൻസ്പെക്ടർ മുറിക്കുള്ളിലേക്ക് ടോർച്ച് തെളിച്ച് നോക്കി. പതിയെ കയറി ലൈറ്റിട്ടു. പിന്നാലെ DSPയും പോലീസുകാരും മുറിക്കുള്ളിലേക്ക് കയറി. മഫ്തിയിൽ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാരുടെ മുഖത്തേക്ക് DSPയും SIയും തീ പാർന്ന കണ്ണുകളോടെ നോക്കി. തങ്ങളുടെ അനാസ്ഥ കാരണം ഏറ്റവും വലിയൊരു ക്രിമിനൽ പ്രതി ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടതിൽ അവർക്ക് കുണ്ഠിതം തോന്നി. സർ, ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഒരു പോലീസുകാരൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഭിത്തിയിൽ ചവിട്ടിയിരിക്കുന്ന കാൽപ്പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഈ കാണുന്നത് വാതിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ അതുവഴി രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ കരുതിയില്ല. തന്നെയല്ല, പുറത്തുനിന്ന് വരുന്നവരെ ഞങ്ങൾ വാച്ച് ചെയ്യുകയായിരുന്നു. നോൺസെൻസ്! പെരുവിർത്തുകൊണ്ട് DSP മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് പിന്നാലെ സബ് ഇൻസ്പെക്ടറും പോലീസുകാരും വരാന്തയിലെത്തി. അപ്പോൾ അറ്റൻഡർ ഓടിക്കിതച്ച് അവരുടെ മുമ്പിലെത്തി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പി പിൽസ് ഓഡിയോ ടൈം.